ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി തുടങ്ങിയ ഹമാസ് തീവ്രവാദികൾ 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കുകയും ചെയ്ത 2 ഭീകരരാണ് ഇപ്പോൾ സൈന്യത്തിന്റെ രഹസ്യ ഓപ്പറേഷനിൽ തെക്കൻ ഗാസയിലെ റഫായിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. ഇവരുടെ ദൃശ്യങ്ങളും പേരുവിവരങ്ങളും സൈന്യം പുറത്തുവിട്ടു. തെക്കൻ ഗാസയിലുള്ള റാഫായിലെ ഷബൗറ ക്യാമ്പിൽ നിന്നും ആയുധധാരികളായ ഭീകരരെയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ 188ാമത് ബ്രിഗേഡ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുക്കുകയും ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കുകയും ചെയ്ത ഒരു ഭീകരൻ ഉൾപ്പെടെ 2 ഹമാസ് ഭീകരർ തെക്കൻ ഗാസയിലെ റാഫായിൽ സൈന്യത്തിന് കീഴടങ്ങിയതായി സൈന്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭീകരരിൽ ഒരാളെ സൈന്യവും ഷിൻബറ്റും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകര ഗ്രൂപ്പിന്റെ ഇസ്രായേൽ ആക്രമിച്ച ഹമാസ് പ്ലാറ്റൂൺ കമാൻഡറായ യൂസഫ് ഖാദിയാണ് ഭീകരവാദികളിൽ ഒരാൾ. ഗാസയിലേക്ക് നിരവധി ഇസ്രായേലി ബന്ദികളെ തട്ടിക്കൊണ്ടുപോയതിന് ഉത്തരവാദിയായിരുന്നു രണ്ടാമൻ. ഹമാസ് സ്നൈപ്പർ യൂണിറ്റിലെ കമാൻഡറായ മുഹമ്മദ് സാറബാണെന്ന് തിരിച്ചറിഞ്ഞു. സൈന്യത്തിന് കീഴടങ്ങുമ്പോൾ ആയുധങ്ങൾ അവരുടെ പക്കലുണ്ടായിരുന്നു. പിന്നീട് ഷിൻബറ്റിന്റെ ചോദ്യം ചെയ്യലിൽ ഭീകരരിൽ നിന്നും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും മറ്റ് സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതായും സൈന്യം വ്യക്തമാക്കി. അതേസമയം റാഫായെ വളഞ്ഞുള്ള സൈനിക നടപടികൾ ഇസ്രായേൽ സൈന്യം തുടരുകയാണ്. ഗാസയിൽ ഒളിവിൽ കഴിയുന്ന ഹമാസ് ഭീകരരെയാണ് സൈന്യം ലക്ഷ്യമാക്കി മുന്നേറുന്നത്. റാഫായിലെ പ്രവർത്തനം തുടരുകയാണെന്നും താമസിക്കാതെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും സൈന്യം വ്യക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച മുതൽ 10,000-കണക്കിന് റിസർവ് സൈനികരെ സൈന്യത്തിനൊപ്പം ചേരാനുള്ള കോളപ്പ് ഓർഡറുകൾ നൽകി കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.